എനിക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ലെന്ന് വേങ്ങര മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ഷാജി. വേങ്ങര അങ്ങാടിയിൽ കുറ്റികെട്ടിയിട്ട് അതിനു ചുറ്റും നടക്കാനുള്ള പണിയല്ല ഈ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയമെന്നത് ആദ്യം മനസ്സിലാക്കണം. വേങ്ങരയിൽ നടക്കുന്ന തമാശയല്ല കേരള നിയമസഭ. പഞ്ചായത്ത് ബോർഡിലേക്കല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, നിയമനിർമ്മാണ സഭയിലേക്കാണ്. SDPIയുമായി ഇപ്പോൾ ധാരണ ഉണ്ടാക്കിയാണ് LDF മത്സരിക്കുന്നത്. CPM ഉണ്ടാക്കിയ ഡീലല്ല, പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തി ഉണ്ടാക്കിയ ഡീലാണെന്നും ഷാജി പറഞ്ഞു. എനിക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ലെന്നും KM ഷാജി. ഏറ്റവും സാമൂഹ്യ സുരക്ഷയുള്ള മണ്ഡലമായി വേങ്ങരയെ മാറ്റും എന്നതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം. വേങ്ങരയിൽ പറയുന്ന തമാശയല്ല കേരള നിയമസഭ. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പഞ്ചായത്ത് ബോർഡിലേക്കല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കാണ്. MLA എന്നാണ് ജയിച്ചാൽ അയാളുടെ പേര്. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമ നിർമ്മാണ സഭയിലാണ്. വേങ്ങരയുടെ അങ്ങാടിയിൽ ഒരു കുറ്റി കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റും നടക്കാനുള്ള പണിയല്ല ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, വേങ്ങരയിൽ നിന്ന് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ കേരളത്തിന് മാതൃകയാകും വിധം കേരളത്തിലെ ഏറ്റവും മികച്ച സോഷ്യൽ സെക്യൂരിറ്റിയുള്ള നിയോജക മണ്ഡലമാക്കി വേങ്ങരയെ മാറ്റുമെന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകും. വേങ്ങരക്കാരനെ തെരഞ്ഞെടുത്താൽ, വേങ്ങരക്കാരനെ ജനപ്രതിനിധിയാക്കിയാൽ ഞാൻ കണ്ണും കാതും തുറന്ന് സഭയിലുണ്ടാകും. ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെ, അവകാശബോധത്തെ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ വേങ്ങരയ്ക്ക് വേണ്ടി പിടിച്ചു വാങ്ങാൻ കർമ്മനിരതനായി നിങ്ങളുടെ നാവായി ഞാൻ സഭയിലുണ്ടാകുമെന്ന ഉറപ്പാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനാവുക. ഇത്തവണ കോണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വോട്ട് വാങ്ങിത്തന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു സങ്കടമുണ്ടാക്കുന്നത് ഞാൻ ചെയ്യില്ല, നിങ്ങൾക്ക് അപമാനക്ഷമം ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്യില്ല എന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെനിക്ക് വോട്ട് തന്നാൽ ഞാൻ ഇവിടെ ഉണ്ടാകും. നിങ്ങളുടെ വിളിപ്പാടകലെ ഞാൻ ഉണ്ടാകും. ഈ വേങ്ങരയുടെ പുരോഗതിക്ക്, നാടിൻ്റെ പുരോഗതിക്ക്, സമഗ്രമായ യാത്രക്ക് ഞാൻ ഉണ്ടാകും. ഒരൊറ്റ ദിവസം ഞാൻ ആബ്സെൻ്റ് ആയിട്ടില്ല. അത് ചെറിയ പണിയൊന്നുമല്ല. എല്ലാ ദിവസവും നമ്മൾ സ്കൂളിലൊക്കെ ഒരു കൊല്ലം സ്കൂളിൽ ഫുള്ളായിട്ട് പോയാൽ നമുക്ക് 100% ഹാജരുള്ളവർക്ക് ഒരു പ്രത്യേക പരിഗണനയാണ്. നിയമസഭയിലും അങ്ങനെയുണ്ട്. 100% ഹാജരുള്ളവർക്ക് 5 കൊല്ലം കഴിയുമ്പോൾ സ്പീക്കർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. 2 തവണയും സ്പീക്കറുടെ സർട്ടിഫിക്കറ്റ് 100% ഹാജരായതിന് കിട്ടിയ ഒരാളാണ് ഞാൻ. നല്ല കുട്ടിയാണെന്നാണ് സ്പീക്കർ പറഞ്ഞത്. പക്ഷേ കുറച്ചൊരു കുരുത്തക്കേടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയനൊക്കെ കുറിച്ച് ബുദ്ധിമുട്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് മോള് കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിന് കുറച്ച് പണിയൊക്കെ തന്നിട്ടുണ്ട്. എന്നാലും 100% സഭയിൽ ഞാൻ ഹാജരായിരുന്നു. വേങ്ങരക്കാരനെ തെരഞ്ഞെടുത്താൽ, വേങ്ങരക്കാരനെ ജനപ്രതിനിധിയാക്കിയാൽ ഞാൻ കണ്ണും കാതും തുറന്ന് സഭയിലുണ്ടാകും. ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെ, അവകാശബോധത്തെ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ വേങ്ങരയ്ക്ക് വേണ്ടി പിടിച്ചു വാങ്ങാൻ കർമ്മനിരതനായി നിങ്ങളുടെ നാവായി ഞാൻ സഭയിലുണ്ടാകുമെന്ന ഉറപ്പാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനാവുക. ഇത്തവണ കോണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വോട്ട് വാങ്ങിത്തന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു സങ്കടമുണ്ടാക്കുന്നത് ഞാൻ ചെയ്യില്ല, നിങ്ങൾക്ക് അപമാനക്ഷമം ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്യില്ല എന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം.